100 വർഷം മുമ്പ് തുടങ്ങിയ അജണ്ടയാണിത്. ക്രിസ്ത്യാനികളെയും മറ്റു 2 കൂട്ടരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന ടു വൈപ്പ് ദം ഔട്ട് എന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ അജണ്ടയാണ് ഇന്ന് നടപ്പാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ സങ്കടത്തോട് പറയുന്നുണ്ട്. പറയട്ടെ എന്നെ രാജ്യദ്രോഹിയാന്ന് വിളിക്കാം, എനിക്കത് പ്രശ്നമല്ല. ഇത് സങ്കടം കൊണ്ട് പറയുകയാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പത്രപ്രവർത്തകനുള്ള നിലയിൽ ഞാൻ ഇത് കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ഡയറികൾ എഴുതാറുണ്ട്. എത്രയോ പ്രാവശ്യം മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സിനെയും ഗവർണർമാരെയും കണ്ട് ഈ വിവരങ്ങൾ ഞങ്ങൾ ഉണർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് പലരെയും ഇത് സംഭവിച്ചപ്പോ. പക്ഷെ ഒരു ശമനം കാണുന്നില്ല. അതാണ് ഞങ്ങൾ ശ്രീ നരേന്ദ്രമോദിയെ ചോദിക്കുന്നത്, എന്താണ് അങ്ങ് ഇത്ര മൗനിയായിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ആരോപണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബേസിക്കലി ഇവരുടെ പിറകിലുള്ള സംഭവം, ഇത് ഭയമെന്ന് പറയുന്നത് ഈ ദലിറ്റ്സും ആദിവാസികളും എഡ്യൂക്കേറ്റഡ് ആവുന്നത്, എന്താണ് ഇവർക്ക് ഭയം? എന്താ ബേസിക്കലി? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാ. വാസ്തവത്തിൽ മൃഗത്തെ പോലെ ഇവിടെ ജീവിച്ച ആദിവാസികളെയും താഴേക്കടയിലുള്ള ജാതി വ്യവസ്ഥയുടെ അടിമകളായി കിടന്നവരെ നമ്മൾ ഉച്ചരിപ്പിച്ചു. അത് അവരെ നമ്മൾ ശാക്തീകരിക്കുന്നു സാറേ. വി ആർ എൻലൈറ്റനിങ് ദം, എംപവറിങ് ദം. അത് അവർക്ക് പിടിക്കുന്നത്. കാരണം അവർ പണ്ട് പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് അല്ല. ഈ പണ്ട് അവർ പറയുന്നതിനെ കുത്തുമായിരുന്നു. ഇന്ന് അത് ചെയ്യത്തില്ല. ഇന്ന് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ ശാക്തീകരിക്കപ്പെട്ടു, അവർ ബോധവൽക്കരണം ചെയ്തു. അതാണ് അതിൻ്റെ കാര്യം. അത് മാത്രമല്ല സാറേ, ഈ മെജോറിറ്റി വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശത്രു വേണം. അപ്പൊ ക്രിസ്ത്യാനികളെയും ആദിവാസികളെയും ദലിതരെയും പാർശ്വവൽക്കപ്പെട്ടവരെയും ഒരു ശത്രുക്കളായിട്ട് കണ്ട് അവര് ഭൂരിപക്ഷത്തെ ഉപദ്രവിക്കുന്നു, കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ ഉണ്ടാക്കി ഉപദ്രവിക്കുകയാണ്. സാറേ, നാല് രീതിയിലുള്ള അക്രമങ്ങളാണ്. ഒന്ന് ഫിസിക്കൽ അറ്റാക്ക്, എന്നും കേൾക്കുന്നു. 2 ഫൈനാൻഷ്യൽ അറ്റാക്ക്, ഫൈനാൻഷ്യൽ റിസോഴ്സിനെ മന്ദീഭവിപ്പിക്കുന്നു. 3 ഇന്റലക്ച്വൽ അറ്റാക്ക്, അടിസ്ഥാനരഹിത ആരോപണങ്ങൾ. ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ അച്ചുടയ്ക്കുന്നെന്ന് പറയുന്നു. അവസാനമായിട്ട് ലീഗൽ 12 സംസ്ഥാനങ്ങളിൽ ഇല്ലീഗൽ, ഇൻഹ്യൂമൻ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളല്ലേ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നത്. 1 കോടി രൂപയെ സാർ, 1 കോടി രൂപ ഒരു ബൈബിൾ ഹാൻഡ് ഓവർ ചെയ്താൽ 1 കോടി രൂപ ഫൈൻ അടിക്കുന്നു. സാർ, ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതല്ലേ. ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് എവിടെ? ഇവിടെ സുപ്രീം കോടതി എവിടെ? രാഷ്ട്രപതി എവിടെ? ഇവിടുത്തെ പാർലമെന്റ് എവിടെ? മീഡിയ എവിടെ? ആർക്കും ഇങ്ങനെ ക്രൈസ്തവ താണ്ടത്തെ ഞങ്ങളെ കൊന്നു മുടിക്കുന്നത് കാണാൻ കമ്മില്ലേ? ഇത്ര ഇൻഹ്യൂമൻ ആണോ?